വചനത്തിലേക്ക് ഒരിക്കൽ കൂടെ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മനോഹരമായ ഒരു ദിവസം കൂടെ കർത്താവ് നമുക്ക് തന്നിരിക്കുമ്പോൾ നമ്മളറിയണം, ഓരോ ദിവസവും ദൈവത്തിൻ്റെ ദാനമാണ്. നമ്മളായിട്ട് തന്നെ അങ്ങ് ജീവിച്ച് പോകുമ്പോഴാണ് പ്രോബ്ലം. ദൈവത്തിൻ്റെ ദാനമായ ഒരു ദിവസമാണ്. ദൈവം ചെയ്യാൻ വച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ദൈവികമായി നമുക്ക് ഇന്നത്തെ ദിവസത്തിലേക്ക് കടക്കാം. ഒരു അദൃശ്യകരം കൂടെ ഇരിക്കും, നമ്മൾ അനുഭവിക്കും. അതുകൊണ്ടാണല്ലോ ഇന്ന് നമ്മൾ ഈ ദൈവവചനത്തിന് മുമ്പിൽ വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന മനോഹരമായ ഒരു ദൈവവചനം, കർത്താവിൻ്റെ ദാസൻ തങ്കു ബ്രദർ ചെയ്ത ആ സന്ദേശം എനിക്കത് വലിയ അനുഗ്രഹമായിരുന്നു. നിങ്ങൾ എന്നിൽ നിന്ന് കേട്ട വാക്കുകൾ മനുഷ്യൻ്റെ വാക്കായിട്ടല്ല നിങ്ങൾ കേട്ടത്, സാക്ഷാൽ ദൈവവചനമായിട്ടാണ്. ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം, കർത്താവിൽ വിശ്വസിച്ച് വരുന്ന ദൈവമക്കളാണെങ്കിലും ആദ്യമൊക്കെ അല്ലെങ്കിൽ ആദ്യ സുവിശേഷം കേൾക്കുമ്പം ഈ പ്രസംഗിച്ച ദൈവദാസൻ സീനിലേ ഇല്ലാതാവും. ദൈവം സംസാരിക്കുന്നതായി അവർക്ക് ഫീൽ ചെയ്യും. സത്യത്തിൽ അങ്ങനെ തന്നെയാണ്. കുറച്ച് നാൾ കഴിയുമ്പോൾ പിന്നെ നമ്മൾ ആ പൗലൂസ് അങ്ങനെ പറയുന്നു, പത്രോസ് ഇങ്ങനെ പറയുന്നു, ഞങ്ങളുടെ പാസ്റ്റർ ഇങ്ങനെ പറയുന്നു, അച്ഛൻ ഇങ്ങനെ പറയുന്നതാവും. പിന്നെ അത് അച്ഛൻ്റെയും പൗലൂസിൻ്റെയൊക്കെ അഭിപ്രായമാകുകയാണ്. അപ്പോൾ അതിന് ശക്തിയില്ല. എന്നാൽ നമ്മൾ കേൾക്കാൻ പോകുന്ന തങ്കുബ്രദറിൻ്റെ സന്ദേശം ഇതാണ്. 1 തെസ്സലോനിക്കർ 2:13 ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ച വചനം മനുഷ്യൻ്റെ വാക്കായിട്ടല്ല, ദൈവത്തിൻ്റെ വാക്കുകളായി നിങ്ങൾ കേട്ടു, അതുകൊണ്ട് അത് നിങ്ങളിൽ ക്രിയ ചെയ്തുകൊണ്ട് വരിക്കും. അല്ലെങ്കിൽ ചെവി കൂടെ വന്ന് ഒരു ചെവി കൂടെ വന്ന് വേറെ ചെവി കൂടെ പോകുമെന്ന് പറയുന്ന പോലെ ആകാം ഈ വചനം. സോ ഇന്നത്തെ ഈ വചന ശുശ്രൂഷയിലേക്ക് കടക്കുമ്പോൾ ദൈവത്തിന് നിന്നോടെന്തോ സംസാരിക്കാനുണ്ട്. അത് കേൾക്കാൻ വേണ്ടി നമുക്കിരിക്കാം. കർത്താവ് വചനത്തോടെ നമ്മളെ and then I will go to the message of today. ഒരു വാക്യം വായിച്ചിട്ട് നമ്മൾ ഇന്നത്തെ സന്ദേശത്തിലേക്ക് കടക്കാൻ പോവാ. 1 തെസ്സലോനിക്കർ 2:13 ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നോക്ക്. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു. മനുഷ്യന്റെ വചനമായിട്ടല്ല. അത് എങ്ങനെയാ നിങ്ങൾ കേട്ടത്? മനുഷ്യന്റെ വചനമായിട്ടല്ല, പിന്നെ സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടവിടാതെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന കൈകൊണ്ടത് മാത്രമല്ല, നിങ്ങൾ എന്ത് ചെയ്തു? വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. നോക്ക്, ശ്രദ്ധിച്ചേ, അവിടെ എഴുതിയിരിക്കുന്ന ഒരു വാക്ക് ശ്രദ്ധിച്ചോ. വിശ്വസിച്ച നിങ്ങളിൽ അത് വ്യാപരിച്ചോണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല. നിങ്ങൾ മറന്നു പോകും, പക്ഷെ ആ വചനം അയക്കപ്പെട്ട വചനം അതിന്റെ ക്രിയ ചെയ്യാതെ മടങ്ങി വരത്തില്ല. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ആ വചനം വ്യാപരിച്ചോണ്ടേ ഇരിക്കും. കർത്താവ് എന്നോട് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞ, ഇന്ന് ഇവിടെ ഇരിക്കുന്നവരും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരും പണ്ട് പറഞ്ഞ വിശ്വാസ വാക്കുകൾ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ കൺമുമ്പിൽ അത് കാണാൻ പോവാ. പ്രാപിച്ചോ? every word നിങ്ങൾ പറഞ്ഞു വിട്ട ഓരോ വാക്കും അതാ കെട്ടുപോയിട്ടില്ല. അത് നിങ്ങളിൽ ക്രിയ ചെയ്ത് 2017 നിങ്ങൾ അതിന്റെ ഫലം അനുഭവിക്കും.
ഭവിക്കും. Receive it in Jesus' name. You can either be hot or cold. ഒന്നുകിൽ നിങ്ങൾക്ക് ഉഷ്ണവാനാകാം അല്ലെങ്കിൽ ശീതവാനാകാം. If you're hot, നിങ്ങൾ ഉഷ്ണവാനെങ്കിൽ, meaning saying yes to everything Jesus has said. യേശു പറഞ്ഞതിനോട് മുഴുവൻ ഉവ്വ ഉവ്വ എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു കാര്യം പറയാം, യേശു എൻ്റെ കർത്താവ്. എത്ര പേര് പറയുന്നുണ്ട് യേശു എൻ്റെ കർത്താവ് ആണെങ്കിൽ എൻ്റെ ജീവിതം ഞാൻ സൂക്ഷിക്കും. വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത് ചുമ്മാ കർത്താവല്ല, ദൈവം മനുഷ്യനായി എന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് തോളെ കൈയിടാൻ പോകരുത്. ദൈവം ദൈവമാ, ദൈവത്തെ പരീക്ഷിക്കരുത്. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാം, വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത് എന്നെ തന്നെ സെപ്പറേറ്റ് ചെയ്ത് കർത്താവിന് വേണ്ടി വെക്കുക എന്നുള്ള എല്ലാത്തിലും കർത്താവ് ഈ ദിവസങ്ങളിൽ എന്നോട് പറഞ്ഞൊരു കാര്യം, ഹയസ്റ്റ് ഏഞ്ചലിക് ആക്ടിവിറ്റി എവർ ഹാപ്പൻഡ് ഇൻ ദ സിൻസ് മാൻകൈൻഡ് ഹാസ് ബീൻ ക്രിയേറ്റഡ്, അതാ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. മാനവരാശി സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷം ഇന്ന് വരെ നടന്നിട്ടില്ലാത്ത ഏറ്റവും ഉന്നതമായ സ്വർഗീയ പ്രവർത്തനങ്ങൾ, ദൂതന്മാരുടെ പ്രവർത്തനങ്ങളാണ് ഈ കാലഘട്ടത്തിൽ നടക്കുന്നത്. ഹയസ്റ്റ്, ഏറ്റവും ഉന്നതം. And you and me are going to tap into some things which you cannot understand, but you will taste it. നിങ്ങൾക്ക് മനസ്സിലാകാത്ത വലിയൊരു കാര്യത്തിലേക്കാണ് നിങ്ങൾ ബന്ധപ്പെട്ട് നിൽക്കുന്നത്, എന്നാൽ നിങ്ങൾ അത് ആസ്വദിക്കാൻ പോവുകയാണ്. You know, and the more you come to knowledge of God, നിങ്ങൾ ദൈവത്തെ അധികമായി അറിയുമ്പോൾ the more fear of God will increase in you, നിങ്ങളുടെ ഉള്ളിൽ അധികമായ ദൈവഭയം വരും. because eternity will become more real for you. കാരണം നിത്യത എന്നത് നിങ്ങൾക്ക് കൂടുതൽ സത്യമാണെന്നും വാസ്തവമാണെന്നും ബോധ്യം വരും. Hallelujah. ഹല്ലേലൂയ. So when you are seated in the word of God, അങ്ങനെ നമ്മൾ ദൈവവചനത്തിൽ നമ്മൾ everywhere എല്ലായിടത്തും, the atmosphere is a creative atmosphere. ആ അന്തരീക്ഷം ഒരു സൃഷ്ടിപ്പിന്റെ അന്തരീക്ഷമായി മാറും. ഞാൻ പറഞ്ഞതിന്റെ സാരെ അവസാനം സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ അല്ല സൗഖ്യം നടക്കാൻ പോകുന്നേ, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. ആമേൻ. Because the atmosphere is charged with miracles. കാരണം ആ അന്തരീക്ഷം ഇപ്പോൾ അത്ഭുതങ്ങൾക്ക് വേണ്ടി ശക്തി ധരിച്ചു നിൽക്കുക. Because I am preaching Jesus. കാരണം ഞാൻ പ്രസംഗിക്കുന്നത് യേശുവിനെ. Hallelujah. ഹല്ലേലൂയ. The Bible says in the book of Revelation, വെളിപ്പാട് പുസ്തകത്തിൽ വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, chapter 3, 3-ാം അധ്യായം verse 14. അതിന്റെ 14-ാമത്തെ And വാക്യം. the angel of the church of Laodiceans and things he said. ലവോദിക്കയിലെ സഭയുടെ ദൂതന് എഴുതുക, Ah. വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. These things says the Amen, the faithful, the true witness, the beginning of the creation of God. My name is എന്റെ നാമം Amen, ആമേൻ, faithful, വിശ്വസ്തൻ, true witness, സത്യവാനായ സാക്ഷി, beginning of creation. സൃഷ്ടിയുടെ ആരംഭമായവൻ. Hallelujah. ഹല്ലേലൂയ. This is not for the world. അത് ലോകത്തിന് വേണ്ടിയുള്ളതല്ല ഇതൊന്നും. It is for born again members of the church of the living God. വീണ്ടും ജനിച്ച ജീവനുള്ള ദൈവത്തിന്റെ സഭയിലെ അംഗങ്ങൾക്ക് വേണ്ടിയുള്ളതായി പറഞ്ഞത്. Hallelujah. ഹല്ലേലൂയ. Today morning when I was having an encounter with Jesus, ഇന്ന് പ്രഭാതത്തിൽ ഞാൻ എൻ്റെ യേശുവുമായിട്ട് ഒരു കൂടിക്കാഴ്ചയിൽ he ഇരിക്കുമ്പോൾ said, before I came, താൻ പറയാൻ ഞാൻ വരുന്നതിന് മുമ്പേ, for the world, ലോകത്തിന് വേണ്ടി വരുന്നതിന് I മുമ്പേ, am wonderful. ഞാൻ അത്ഭുതമന്ത്രി, I am doing wonders for them. ഞാൻ അവർക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ. But for the church, എന്നാൽ സഭയ്ക്ക് വേണ്ടിയോ I am Amen. ഞാൻ ആമേൻ എന്നുള്ളവൻ, I am faithful, ഞാൻ വിശ്വസ്തൻ, true witness, സത്യവാനും സാക്ഷിയും, and the beginning of creation. സൃഷ്ടിയുടെ ആരംഭവും. Amen. ആമേൻ, Amen. ആമേൻ, Faithful, വിശ്വസ്തൻ, true witness, സത്യവാൻ, beginning of creation. സാക്ഷിയും, Amen. ഓ സൃഷ്ടിയുടെ ആരംഭവും. Amen. Amen. ആമേൻ, Amen. ആമേൻ, Amen. ആമേൻ, Amen. ആമേൻ, Faithful, വിശ്വസ്തൻ, true witness, സത്യവാനായ beginning of സാക്ഷി, creation. സൃഷ്ടിയുടെ ആരംഭം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തുന്നത്. ആമേൻ. ആമേൻ. വിശ്വസ്തൻ, ആമേൻ. സത്യസാക്ഷി. ഹല്ലേലൂയ. ഹല്ലേലൂയ. I'm not talking of the world.
ഞാൻ ലോകത്തെക്കുറിച്ചല്ല പറയുന്നത്. Today my message is for the church. ഇന്നത്തെ എന്റെ സന്ദേശം സഭയ്ക്കാണ്. Jesus is saying, യേശു പറയുകയാണ്, the one who says, താൻ പറയുന്നവൻ, he is still saying, അവൻ വീണ്ടും he is പറയുകയാണ്, telling to the church, അവൻ സഭയോട് he പറയുന്നു, is telling the heavenly feast church, സ്വർഗീയ വിരുദ്ധ സഭയോട് പറയുന്നു, I am amen, ഞാൻ ആമേൻ, I am amen, ഞാൻ ആമേൻ എന്നുള്ളവൻ, I am amen, ഞാൻ ആമേൻ I എന്നുള്ളവൻ, am the faithful witness, ഞാൻ വിശ്വസ്തനായ true സാക്ഷി, witness. സത്യവാനായ സാക്ഷി. Hallelujah. ഹല്ലേലൂയ. I'll tell you something. ഞാനൊരു കാര്യം പറയാം. In the Old Testament, പഴയ നിയമത്തിൽ we knew God നമുക്ക് ദൈവത്തെ അറിയാം. as Rapha, അവൻ റാഫായാണ്, the healer, സൗഖ്യദായകൻ, El Shaddai, ഓ എൽ ഷദ്ദായ്, the creator, സൃഷ്ടാവ്, Nissi, നിസ്സി, our fighter. നമ്മുടെ യുദ്ധവീരൻ. Many names. പല പല നാമങ്ങൾ. 7 names in particular. അവിടെ വളരെ 7 നാമങ്ങൾ പ്രത്യേകമായി. But go to the book of Hebrews. എന്നാൽ എബ്രായ ലേഖനത്തിലേക്ക് പോ. You read, you will find another 350 names. അടുത്ത 350 പേരുകൾ നീ അവിടെ കാണും. എന്ന് പറഞ്ഞ ചുരുക്കത്തിൽ പറഞ്ഞാൽ 5 6 ക്രിയ ചെയ്യുന്നവനല്ല ദൈവം. ദൈവം വർണ്ണ ശബലമാ. ഇന്നൊരു കാര്യം ഞാൻ പറയാം, യേശുവിന്റെ നാമത്തിൽ ഞാൻ സൗഖ്യം പറയുമ്പോൾ സൗഖ്യം മാത്രമല്ല വരാൻ പോകുന്നത്. കുടുംബ ജീവിതത്തിൽ, സമ്പത്തിൽ, ആരോഗ്യത്തിൽ, നന്മയിൽ, എല്ലാ മേഖലകളിൽ lavishness from the kingdom in the name of Jesus. There are numerous attributes. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് ആമേൻ. പറയുമ്പോൾ സൗഖ്യം മാത്രമല്ല അവിടെ ചെല്ലുന്നേ. തങ്കു ബ്രദർ എന്ന് പറയുന്ന ആൾ വരുമ്പോൾ മൊത്തത്തിലാ വരുന്നേ. തങ്കു ബ്രദറിന്റെ മുഴുവൻ സ്വഭാവത്തോടെ, മുഴുവൻ ശക്തിയോടെ. അങ്ങനെയാണെങ്കിൽ ഇന്ന് യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കട്ടെ എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. യേശുവിന്റെ നാമത്തിൽ എന്ന് പറയുമ്പോൾ ഏറ്റെടുക്കുന്നവരുടെ ഉള്ളിൽ സൗഖ്യം മാത്രമല്ല, കുടുംബത്തിൽ, തലമുറയിൽ, സമ്പത്തിൽ, ആരോഗ്യത്തിൽ, എല്ലായിടത്തും. The word amen. ആമേൻ എന്ന വാക്ക് Number 1. ഒന്ന്. The word amen. ആമേൻ എന്ന വാക്ക്. I went to the Google searching what is the meaning, the foundation of the name of amen. ഞാൻ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്തു, എന്താണ് ഈ ആമേൻ എന്ന വാക്കിന്റെ അർത്ഥം, എന്താണ് അതിന്റെ The അടിസ്ഥാനം. word amen means, ആമേൻ എന്ന വാക്കിന്റെ number അർത്ഥം 1 is the name of God. ഒന്ന് ദൈവത്തിന്റെ നാമം. But the meaning, the root meaning means അതിന്റെ അടിസ്ഥാന അർത്ഥം എന്താണ്? faith. വിശ്വാസം. Hallelujah. ഹല്ലേലൂയ. Amen means faith. ആമേൻ എന്നാൽ വിശ്വാസം. That is why Peter says, അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത്, you who have received like precious faith. ഓ നിങ്ങൾക്ക് ലഭിച്ച അതിവിലയേറിയ വിശ്വാസം. ലഭിച്ച വിശ്വാസം. ലഭിച്ച വിശ്വാസം. ലഭിച്ച ആമേൻ. ലഭിച്ച ആമേൻ. ലഭിച്ച യേശു. 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 ലഭിച്ചതാ. 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 It is holy. അത് വിശുദ്ധം. Consecrated. അത് വിശുദ്ധം. Pure. ഓ ശുദ്ധമായ. Amen. ആമേൻ. Amen. ആമേൻ. Is faith. അത് വിശ്വാസം. Faith in God. ദൈവത്തിൽ വിശ്വാസം. Amen means perfect truth. ആമേൻ എന്നാൽ തികഞ്ഞ സത്യം. Truth is Jesus. സത്യം എന്നാൽ യേശു. He is the author of truth. സത്യത്തിന്റെ അടിസ്ഥാനം, അതിന്റെ He is ഉത്ഭവസ്ഥാനം. the alpha and omega of truth. അവൻ സത്യത്തിന്റെ ആൽഫയും ഒമേഗയും ആദിയും അന്തവും. When you say amen, നിങ്ങൾ ആമേൻ എന്ന് പറയുമ്പോൾ you are setting the word of God into action. നിങ്ങൾ ദൈവവചനത്തെ പ്രവർത്തനക്ഷമമാക്കുകയാണ്. Hallelujah. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ആമേൻ എന്ന് പറയുമ്പോൾ ആ പറഞ്ഞ വാചകങ്ങളെ ചലനശക്തിയുള്ള ആക്കി വിടുക. ആമേൻ. Why do we need to obey God? Why do we have to believe God? എന്തുകൊണ്ട് നാം ദൈവത്തെ അനുസരിക്കണം? എന്തിന് നാം ദൈവത്തെ വിശ്വസിക്കണം? Numbers 23:19 the Bible says. സംഖ്യാപുസ്തകം 23:19. വ്യാജം പറയുവാൻ ദൈവം മനുഷ്യനല്ല. വ്യാജം പറയാൻ ദൈവം ആരല്ല? മനുഷ്യനല്ല. അടുത്തകാരൻ പറയണ്ട, ഈ കേൾക്കുന്നത് ദൈവത്തിന്റെ വചന, മനുഷ്യന്റെ വചനമല്ല. അനുദപിപ്പാൻ അവൻ മനുഷ്യപുത്രനുമല്ല. മാനസാണ് മാറ്റി പറയാൻ മനുഷ്യനല്ലെന്ന്. ഇന്ന് യേശുവിന്റെ നാമത്തിൽ സൗഖ്യം, അടിപ്പിണകളാൽ സൗഖ്യമുണ്ടെന്ന് പറഞ്ഞാൽ സൗഖ്യമാക്കാൻ കഴിവുള്ളത് കൊണ്ട് അത് അവിടെ എഴുതിയത്. സാമ്പത്തികമായ എല്ലാ കാര്യത്തിലും ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ കൃപ പെരുകുമാറാക്കും. അങ്ങനെ സകലത്തിലും പൂർണ്ണ തൃപ്തി കവിയുന്ന അളവിൽ കൊടുപ്പാനുള്ള പൈസയും കാണും എന്നവിടെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം, അതിനുള്ള വഴിയും കണ്ടോണ്ടാ പറഞ്ഞത്. അത് ചെയ്യുവാൻ ശക്തിയുള്ളവനാ.
അവനിലേക്ക് നോക്കുന്നവർ പ്രകാശിതരാകും, ലജ്ജിപ്പാൻ സമ്മതിക്കത്തില്ല എന്നവിടെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതിനുള്ള കഴിവും എന്ന് പറഞ്ഞാൽ നിന്നെ മറയ്ക്കേണ്ടടുത്ത് മറയ്ക്കാനും, നിന്നെ ഒളിക്കേണ്ടടുത്ത് ഒളിക്കാനും, നിന്നെ പ്രദർശിപ്പിക്കേണ്ടടുത്ത് പ്രദർശിപ്പിക്കാനും എൻ്റെ കർത്താവിനെ നന്നായി അറിയാം. പലപ്പോഴും നമ്മുടെ ധാരണ നമ്മൾ അങ്ങനെ തന്നെ നടക്കാത്ത, ഇങ്ങനെ ദൈവത്തിന് അറിയാം. He is God, not man. അവൻ മനുഷ്യനല്ല, ദൈവം അത്രേ. And you are his child. നീ അവന്റെ പൈതലുമാ. You are his child. നീ അവന്റെ മകനാ. He won't let you fail. നീ തോറ്റുപോകാൻ He അവൻ won't let സമ്മതിക്കില്ല. you be ashamed. നീ ലജ്ജിക്കുവാൻ അവൻ Don't സമ്മതിക്കില്ല. limit God. ദൈവത്തെ പരിമിതപ്പെടുത്തരുത്. Hallelujah. ഹല്ലേലൂയ. വേറെ 15 വർഷത്തിലധികമായി ഈ അമ്മച്ചിക്ക് ഇടത്തെ ചെവി കേൾവിയില്ലായിരുന്നു. 5 വർഷമായിട്ട് പൂർണ്ണമായിട്ട് ചെവി കേൾക്കത്തില്ല. അങ്ങനെ ഹിയറിംഗ് എയ്ഡ് വെച്ചു. ഇന്ന് മീറ്റിങ്ങിന് വരുമ്പോൾ തങ്കുപേർ വിളിച്ചു പറഞ്ഞ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സൗഖ്യമാകുന്നു. ഹിയറിംഗ് എയ്ഡ് വെച്ചിരിക്കുന്നതുകൊണ്ട് പ്രസംഗം ക്ലിയർ അല്ലാഞ്ഞതുകൊണ്ട് ഈ അമ്മച്ചി അതെടുത്ത് മാറ്റി നോക്കിയപ്പോഴത്തേക്ക് ചെവിക്ക് പൂർണ്ണമായിട്ടും കേൾവി മടക്കി കിട്ടി. എങ്ങനെയാണെന്നറിയോ, ദൂതൻ ഇങ്ങനെ എടുത്ത് ചെവി പറഞ്ഞ ഫിറ്റ് ചെയ്യും. 15 വർഷത്തിലധികമായി എൻ്റെ ഈ ഇടത്തെ ചെവി കേൾക്കത്തില്ലായിരുന്നു. അതിന് ഞാൻ പിന്നെ ഈ കുറച്ച് വർഷങ്ങളായിട്ട് ഇയറിംഗ് എയ്ഡ് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇയറിംഗ് എയ്ഡ് വെക്കുമ്പോൾ എനിക്ക് നല്ല ശബ്ദം കിട്ടും. പക്ഷേ ഇന്ന് ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പം എനിക്ക് ആ ഒന്നും എനിക്ക് വ്യക്തമാകുന്നില്ല. അപ്പൊ എനിക്ക് തോന്നി അത് ഊരണമെന്ന് തോന്നി. ഞാൻ ഊരി വെച്ച് ശ്രദ്ധിക്കാൻ തുടങ്ങി. ഊരി വെച്ച് ശ്രദ്ധിക്കുന്നതുകൊണ്ട് എനിക്ക് നല്ലപോലെ പ്രസംഗം കേൾക്കാം. 2 വർഷത്തിന് മുമ്പ് നടന്ന ആക്സിഡന്റിന് ശേഷം ഈ വലത്തെ കൈ ഇങ്ങനെ പൊങ്ങത്തില്ലായിരുന്നു. ഈ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് തൊട്ടു, ഇപ്പൊ പൂർണ്ണമായി സൗഖ്യമായി. എന്തോ പറ്റിയ അടിപിടി ഉണ്ടായതായിരുന്നു. അടിപിടിയോ? അപ്പം ആക്സിഡന്റ്. അപ്പം അതിന് ശേഷം പൈ തുകത്തില്ലായിരുന്നു ഇതിലുണ്ട്. ഇപ്പൊ നേരെയായി. കർത്താവ് വലിച്ചൊന്ന് പൊക്കിക്കേ, ഒരു കുഴപ്പമില്ല. ഇനി ആ കൈ അടിപിടിക്ക് പോകരുത്. ഇല്ല അമ്മേൻ. അതുവരെ ഈ സിസ്റ്ററിന് നട്ടലിന് വേദനയായിരുന്നു. ഇന്ന് അല്പം പോലും ഇരിക്കാൻ മേലാതെ ഇവിടെ വന്നത്, പക്ഷെ സൗഖ്യമായി. ഞാൻ നടുവേദനയായിട്ട് ഇവിടെ എനിക്ക് പ്രയറിനൂടെ ഇരിക്കാൻ പറ്റത്തില്ലായിരുന്നു. നല്ല വേദനയായിരുന്നു. അപ്പോൾ എനിക്ക് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പം 100 നോക്കിക്കേ, 200 നോക്കിക്കേ, ഒരു കുഴപ്പമില്ല. ഇന്ന് കേട്ട സന്ദേശത്തിന് ഉള്ളിൽ തന്നെ കർത്താവുണ്ട്. തങ്കു ബ്രദറിൻ്റെ വാക്കുകളായിട്ട് എടുക്കരുത്, പൗലൂസിൻ്റെ വാക്കുകളായിട്ട് എടുക്കരുത്, എൻ്റെ വാക്കുകളായിട്ട് എടുക്കരുത്. ഈ വചനം ദൈവത്തിൻ്റെ വചനമാണ്. അതുകൊണ്ടാണ് വചനത്തിൽ പറയുന്നത് വചനം അയച്ചവൻ സൗഖ്യമാക്കി. ദൈവത്തിൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വചനത്തിൽ തന്നെ സൗഖ്യമിരിപ്പുണ്ട്. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വിശ്വാസത്താൽ നമുക്ക് ഏറ്റെടുക്കാം. ഇപ്പോൾ തന്നെ രോഗസൗഖ്യങ്ങൾ സംഭവിക്കും, പ്രതിസന്ധികൾ മാറിപ്പോവും. കാരണം അത് കർത്താവിൻ്റെ വാക്കുകളാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾ കേട്ട വചനം സാക്ഷാൽ ദൈവവചനമായി ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ഞങ്ങളത് ഏറ്റെടുക്കുന്നു. ഞങ്ങളിലുള്ള എല്ലാ പ്രതിസന്ധികളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകും എന്ന് നിങ്ങൾ ഉറയ്ക്കുന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും വേണ്ടി അടിയൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അവിടുത്തെ തൃക്കരം തിരുവചനത്തിലൂടെ അവരുടെ മേൽ നീട്ടിയതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ രോഗബന്ധനങ്ങൾ അഴിയട്ടെ, മനഭാരങ്ങൾ വിട്ടുമാറട്ടെ, കുടുംബ പ്രശ്നങ്ങളിൽ വിടുതലുണ്ടാകട്ടെ. ഓരോ വ്യക്തിയുടെ മേലും കർത്താവിൻ്റെ കരം നീട്ടിയതിനായി സ്തോത്രം. ഭാരങ്ങൾ മാറ്റിയതിനായി സ്തോത്രം. നെഞ്ചിനകത്ത് വേദന കർത്താവ് സൗഖ്യമാക്കുകയാണ്. ബ്ലോക്കുകൾ കർത്താവ് എടുത്തു മാറ്റുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ഏതോ വലിയ പ്രതിസന്ധി ബിസിനസ് രംഗത്ത് ഉണ്ടായി, ഈ ദിവസത്തെ എങ്ങനെ നേരിടുമെന്ന് പറഞ്ഞ വ്യക്തി നിങ്ങൾ ചെല്ലുമ്പോൾ ആ പ്രതിസന്ധി ചെങ്കടലിൽ വഴി തുറന്ന പോലെ കർത്താവ് തുറന്നു വെച്ചിരിക്കുന്ന കാണാം. വിശ്വസിച്ചാട്ടെ കർത്താവെ, വിശ്വസിക്കുന്ന മക്കൾക്ക് വേണ്ടി അവിടുത്തെ അത്ഭുത ശക്തി വ്യാപരിക്കുന്നതിനായി സ്തോത്രം. ഭയം വിട്ടുമാറട്ടെ, ഉറക്കമില്ലായ്മ വിട്ടുമാറട്ടെ. കർത്താവെ, മറ്റേത് രോഗത്താലാണോ ഭാരപ്പെടുന്നവർ വിടുതലാകട്ടെ. കർത്താവിൻ്റെ കരം നീട്ടിയതിനായി സ്തോത്രം. വിടുവിക്കുന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. കർത്താവ് വലിയ വിടുതൽ തന്നിട്ടുണ്ട്. നിങ്ങൾ ശരീരം ചെക്ക് ചെയ്യുക മാത്രമല്ല, വിശ്വാസത്തിൽ സ്റ്റെപ്പ് വെക്കണം. നമ്മൾ വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാൽ പോരാ, ആ വിശ്വാസത്തിന്മേൽ ആക്ട് ചെയ്യണം. ഫെയ്ത്ത് ഈസ് എ ഫാക്ട്, ബട്ട് യു ഹാവ് ടു ആക്ട്. അതിൽ സ്റ്റെപ്പ് വയ്ക്കുക, ചെല്ലുക, അവിടെ വിടുതൽ കാണാം. വളരെ അനുഗ്രഹിക്കപ്പെട്ട മറ്റൊരു എപ്പിസോഡ് നമുക്കായി ഒരുങ്ങുന്നു. അതിൽ കാണും വരെയും കർത്താവിൻ്റെ കൃപയിൽ നമുക്കായിരിക്കാം. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം.